ഹായ് ഗായ്സ്, വെൽക്കം ടു ദ റൈറ്റ് വിങ് ചാനൽ. ഞാൻ ഇന്ന് എന്താ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഏകദേശം ഊഹമായി കാണും. നമ്മുടെ ആസിഫ് അലിക്കയും അതുപോലെ രമേശ് നാരായണൻ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേരളം മുഴുവൻ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് നാരായണനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നേരെ വിക്കിപീഡിയ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ അവാർഡുകൾ എപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടെന്നതിനെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിന് വീണ്ടും ഞാനിവിടെ ഒന്ന് പറയുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് അതൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ്? 1959 കൂത്തുപറമ്പിൽ ജനിച്ച ഒരാളുടെ രാഷ്ട്രീയം നമ്മൾ തിരക്കി പോകേണ്ട ആവശ്യവുമില്ല. ഇദ്ദേഹത്തിന്റെ അത്തരം നിലവാരങ്ങളൊക്കെ ഇതിനു മുമ്പ് ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് 2018 ശ്രീമതി സ്മൃതി ഇറാനി കൊടുത്ത നാഷണൽ അവാർഡ് വേണ്ട, ഞങ്ങൾക്ക് രാഷ്ട്രപതി തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇദ്ദേഹവും. അന്ന് വിവാദം ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ ശ്രീമതി പാർവതി തിരുവോത്തുണ്ടായിരുന്നു, ഫഹദ്വാസിലുണ്ടായിരുന്നു, ഒപ്പം ഇദ്ദേഹവും ഉണ്ടായിരുന്നു. അന്ന് രാഷ്ട്രപതി 1 മണിക്കൂറേ പരിപാടിയിൽ പങ്കെടുക്കുള്ളൂ. ബാക്കി അവാർഡുകൾ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയാണ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 68ഓളം പേർ, ഏതാണ്ട് 70ന്റെ അടുത്തുള്ള ആൾക്കാർ അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിക്കാനുണ്ടായത്. അവാർഡൊക്കെ മേടിച്ച് കാശൊക്കെ വീട്ടിൽ കൊണ്ടുപോയി, പക്ഷേ അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിക്കാനുണ്ടായത്. അതിന്റെയൊക്കെ മുന്നിൽ നിന്ന വ്യക്തിയാണ് രമേശ് നാരായൺജി. അപ്പോൾ ഇതിനു മുമ്പുമൊക്കെ ഇദ്ദേഹം പലതവണയായിട്ട് ഇത്തരം അവാർഡുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വിവാദങ്ങളിലൊന്നാണ്. അന്ന് അപമാനിക്കപ്പെട്ടു എന്നിവർ തെറ്റിദ്ധരിച്ചത് സ്മൃതി ഇറാനി ആണെങ്കിലും അന്നും അപമാനിക്കപ്പെട്ടവർ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കലാസൃഷ്ടിക്ക് നൽകിയിട്ടുള്ള ഒരു അംഗീകാരത്തിനെ നിങ്ങൾ തന്നെ വേണ്ടായിരിക്കാനുള്ള അർഹതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ പോലെയാണ് തോന്നിയത്. കാരണം രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുമല്ലെങ്കിൽ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രപതി ഡയറക്റ്റായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ പോലും ഇവരെയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അവാർഡ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ ഒരുപാട് പണികളുണ്ട്. അതിനിടയിൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള നമ്മുടെ ചില മുന്നേറ്റങ്ങൾക്ക് ഒരു അവാർഡ് നടക്കുമ്പോൾ അതിനൊരു പുഷ്, അതിനൊരു ജനശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അവരൊക്കെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഇതൊരു ഭരണഘടനാപരമായ ചടങ്ങല്ലാത്തതുകൊണ്ട് രാഷ്ട്രപതിക്ക് 1 മണിക്കൂറേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ അന്നത് അംഗീകരിച്ചില്ല. നിങ്ങൾ എല്ലാവരും ആ പരിപാടി ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴെങ്ങനെയുണ്ട് രമേശ് ജി? ഇപ്പൊ ബഹിഷ്കരിച്ചപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുണ്ട് ആസിഫ് അലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ വേദിയിലല്ല താഴെയാണ് ഇരുന്നത്, അതുകൊണ്ട് ആസിഫ് അലി വന്നപ്പോൾ ഞാൻ കണ്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും നിങ്ങളുടെ മുന്നിൽ വെള്ള ഷർട്ട് തൊട്ട് സ്പോട്ട് ലൈറ്റ് മേത്തടിച്ച പോലെ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. നിങ്ങൾ ആ സമയത്ത് ബാഹുബലിയിലെ രാജമാത കളിച്ചു. നിങ്ങൾ മുഖത്ത് പോലും നോക്കില്ല, അദ്ദേഹത്തെ കണ്ണിൽ പോലും നോക്കിയില്ല. ആ പാവൻ 2 സെക്കൻഡ് അവിടെ നിങ്ങളുടെ മുന്നിൽ വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് തന്നാലോ? സാധാരണ എങ്ങനെയാണല്ലോ, അവാർഡ് വാങ്ങുന്ന ആളും അവാർഡ് നൽകുന്ന ആളും ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്നു. ഈ അമർഷം മുഴുവൻ തൊട്ടടുത്ത് ഇരുന്ന നമ്മുടെ ഇന്ദ്രജിത്തായിട്ട് അത് അമർഷം കടിച്ചമർത്തുണ്ടായിരുന്നു. നിങ്ങൾ ആസിഫ് അലിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജയരാജേട്ടൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് മേടിച്ചു. നിങ്ങളുടെ ഉള്ളിലെ ഒരു ശരാശരി അന്തം നിലവാരം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് ഈ ഇറക്ക കുറവുകൾ. വലിയവൻ, ചെറിയവൻ, കൂടിയവൻ, കുറഞ്ഞവൻ, രാഷ്ട്രപതിയാണോ, കേന്ദ്രമന്ത്രിയാണോ, പ്രധാനമന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ അവാർഡ് തരുന്നതെന്നൊക്കെ നിങ്ങൾ വളരെ സസൂക്ഷ്മം നോക്കിയായിരിക്കും നിങ്ങളൊക്കെ അവാർഡുകൾ മേടിക്കുന്നത്, പുരസ്കാരങ്ങൾ കൈപ്പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഇപ്പൊ ഇതൊരു മെമന്റോ ആണ്, ഇതൊരു ആദരിക്കൽ ചടങ്ങ് മാത്രമാണ്. ഒരുപാട് അവാർഡുകൾ 2015, 2014 മികച്ച സംഗീത സംവിധാനങ്ങൾ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് വളരെ വളരെ ചീപ്നെസ് ആണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ അന്തം നിലവാരം നിങ്ങൾ കാണിച്ചു എന്നതാണ് സത്യം. ആസിഫ് അലിക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലിക്ക വളരെ സിമ്പിൾ എന്നൊന്നും പറഞ്ഞ പോലെ വളരെ ഹമ്പിൾ ആയിട്ട് നമ്മളുടെ അടുത്തൊക്കെ വളരെ ക്ലോസ് ആയിട്ട് വന്ന് പെരുമാറുന്ന ഒരാളാണ്. നീ എങ്ങനെ അത് പറയുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഉയരങ്ങൾ എന്ന ചിത്രത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്യാൻ, ഒരു 10-30 ദിവസം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിമാനത്തിന്റെ സെറ്റൊക്കെ ഇട്ട ലൊക്കേഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ എപ്പോഴോ ഒരിക്കൽ ആസിഫ് അലി ഒരു കോളേജിൽ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എറണാകുളത്തുള്ളൊരു കോളേജാണ്, അന്ന് ആ കോളേജിൽ ഞങ്ങൾ ഒരു ദിവസം ഞാൻ ഈ ആ ലൊക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി വന്നപ്പോൾ അവിടെ ജസ്റ്റ് ആസിഫ് അലിയൊക്കെ കണ്ടിരുന്നു. ഒരു ഷേക്ക് ഹാൻഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, കൂടെ ഫോട്ടോയൊന്നും എടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല. പക്ഷേ നമ്മുടെ കൂടെയുള്ള പലരും അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതും അദ്ദേഹം ആ ലൊക്കേഷനിൽ പെരുമാറുന്നതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടുവന്നിട്ടുള്ള ആളാണ്. വളരെ ഹമ്പിളായിട്ട് നമ്മളടുത്തൊക്കെ ഇന്ന് കണ്ട് സംസാരിക്കുന്നുണ്ടാ തോന്നുന്നു, വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരാളെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ട് രമേശ് ജി, നിങ്ങളുടെ ഉള്ളിലുള്ള ആ അന്തം ലെവൽ, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവാൻ തോന്നുന്നു, ആ അന്തം ലെവലിൽ നിന്നും സാധാരണ മനുഷ്യരെ പോലെ പെരുമാറാനും ഇടപഴകാനും നിങ്ങൾ പഠിക്കണം. നിങ്ങളെ പറ്റി പല വിവാദങ്ങൾ ഇനിയിപ്പോൾ പൊങ്ങി വരും. ഏതൊരു കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ കുട്ടി
ആ കുട്ടി, നിങ്ങളുടെ മകൾ ആ കുട്ടിയോടൊപ്പം പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ കാണിച്ചാണ്. അത് സത്യമാണോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളെപ്പോലുള്ള അല്പന്മാരെ കുറിച്ച് കൊണ്ട് ജോയി മാത്യു 2018 തന്നെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അവാർഡിന് വേണ്ടി പണം പിടിച്ചവർക്ക് എന്താ ഇപ്പൊ അവാർഡൊന്നും വേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരുന്നു. എന്തൊക്കെയായാലും ശരി, നമ്മുടെ മലയാളികളുടെ പ്രത്യേകത ഇങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കുക എല്ലായിടത്തും പോയിട്ട് അവാർഡുകൾ ബഹിഷ്കരിച്ചാൽ നിങ്ങളെ പിടിച്ച് തലയിൽ വെക്കുന്നു. അങ്ങനെയല്ല. നമ്മുടെ ഇവിടെ കുറച്ച് രാഷ്ട്രീയവും മതവും ഒക്കെ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ചില രാഷ്ട്രീയവും തള്ളിക്കയറ്റുന്നുണ്ട്, മതം തള്ളിക്കയറ്റുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല വാസ്തവം. നിങ്ങളുടെ ഉള്ളിലെ നിലവാരം നിങ്ങൾ കാണിച്ചതാണ് ഇപ്പോൾ നടന്നത്. താങ്ക് യു. ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല, അപമാനിക്കാനുള്ള ഉദ്ദേശവുമില്ല, ഒരിക്കലും അപമാനിക്കില്ല. കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ. പക്ഷേ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല.